നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വെള്ളിമലയുടെ അടിവാരം. നമ്മളിപ്പോൾ പോയിട്ട് ക്ഷേത്രത്തിൽ, മലയുടെ താഴെ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് തിരുപ്പ പോവാം. രണ്ട് സൈഡിൽ കാടാണ്. അതായത് ഇവിടെ എല്ലാം കാടാണ്. ഇവിടെ എല്ലാം ഒരുപാട് എന്ത് ചെയ്യുന്ന മാന്, പിന്നെ കാട്ടുപന്നി, ആന, കടുവേ, എല്ലാം അറിയില്ല. കാട്ടിലെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നത്, വീഡിയോ എടുത്ത് തരികയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദൂരം നടക്കുകയാണ്. എനിക്ക് ഒന്ന് നടക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞാൻ നടക്കുക. കാരണം നേരെ വിട്ടോ. ആ നിൽക്കുന്ന കോവിലിൽ പോയിട്ടാണ് ഞങ്ങളിങ്ങനെ തിരിച്ചു പോവുക. ഇതൊക്കെ കാടാണ്. ഒരുപാട് കാട്ട് നാരങ്ങയും യൂക്കാലിയും എല്ലാം കാട്. അപ്പോൾ കണ്ണാൻ കുറച്ച് ദൂരം അങ്ങ് വണ്ടി ഓടിച്ചു പോ. എന്നിട്ട് അവിടെ നിൽക്കണം, ഞാൻ നടന്നു വരാം. കേട്ടോ? ഫോറസ്റ്റാണ്, കംപ്ലീറ്റ് കാടാണ്. ഇപ്പം ടൂറിസ്റ്റുകളാണ് വന്നത്. കണ്ട തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം കുറവാണ്. ബാക്കിയെല്ലാം നാട്ടിൽ നിന്നും വരും. കംപ്ലീറ്റ് ഫോറസ്റ്റാണ്, കാടാണ്, കൊടുങ്കാടാണ്. വെള്ളിയാങ്കിരി മലൈ, കോയമ്പത്തൂര്, ഇഷാ യോഗി സെൻറ്റർ നിയർ ദ പ്ലേസ്. ചക്കോടെ നിന്ന് നടന്നു വന്നിട്ടുണ്ട്. കൊടുങ്കാട്ടിൽ കൂടിയാണ് വന്നത്. മല നമുക്ക് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇത്രയും മാസത്തിൽ ഈ മല കയറാൻ പറ്റുള്ളൂ. ഈ മലയാണ് കയറേണ്ടത്. കണ്ട, ഇതിൻ്റെ ടോപ്പിലാണ് ഭഗവാൻ ഇരിക്കുന്നത്, ഏറ്റവും മുകളിൽ. എന്താ ചക്ക് പയ്യേ നടന്നു തന്നെയാണ്. ചെറിയ മഴയുണ്ട്, തുള്ളിത്തുള്ളികൾ മഴയുണ്ട്, മഞ്ഞുണ്ട്, തണുപ്പുണ്ട്, കാറ്റുണ്ട്, മൃഗങ്ങളുണ്ട്. 7 മണി കഴിഞ്ഞാൽ രാവിലെ 5:30 മുതൽ വൈകിട്ട് 7 മണി വരെ ഉള്ളു ഇവിടെ പ്രവേശനം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് കയറ്റി വിടൂല, ബ്ലോക്ക് ചെയ്യും അവർ. നമ്മൾ പതിയെ ചക്കു എങ്ങനെ ഉണ്ടായി എക്സ്പീരിയൻസ്? ഇഷ്ടമായ? ആ, കാട്ടു തുളസിയാ അത് കാണിച്ചേ. ആ, നമുക്ക് ഉറങ്ങുണ്ടായാലോ. ഫോറസ്റ്റ് ഉണ്ടാ കാണിച്ചേ. ഇതാണ് കാട്ടു തുളസി. കണ്ടോ? നിക്ക് കണ്ടോ കാട്ടു തുളസി. അതെ കാട്ടു തുളസി. അത് ചെടി പറിച്ചില്ലേ? ഇവിടെന്ന് വെച്ചാ ആന സെയിൽ ചെയ്യണത്. ഈ കാട്ടിൽ രുദ്രാക്ഷം ഇരിക്കേ. കണ്ട റോഡ്, ഒരേ ഒരു റോഡ്. ഇതാ ഒരേ ഒരു റോഡ്. ചെക്കൻ നടന്ന് ആസ്വദിക്കുന്നതാണ് പതിയെ. ഫുള്ളും മലയാണ്. കണ്ട, മൊത്തം കാടും. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ആര്യവേപ്പാണ് കേട്ടോ. എല്ലായിടത്തും ആര്യവേപ്പും പുളിയുമാണ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ. മഴ എന്താ കൊടുങ്കാടാണ്. சாமி எവിടെ போயிச்சு? അവിടെ ഏഴുമലയിൽ ഒരു കോവിൽ ഇருக்கு. அங்க தானே போயிட்டு பக்கத்துல இருந்து ഇങ്ങനെ പതിയെ നടന്നു പോകണം. തമിഴ് கொஞ்சம் தெரியாமண்ணா.
ആന വരുന്നുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. ആന വരുന്നുണ്ടെന്ന് ഓരോ ആളുകൾ വന്ന് പറയുന്നുണ്ട്. കുറെ എണ്ണമുണ്ട് അസൂയക്കാര്. എന്താ ചെയ്യ, അസൂയക്ക് മരുന്നാരെങ്കിലും കണ്ടുപിടിച്ചെങ്കിൽ എന്തായിരുന്നു. ഇവിടെ അമാവാസി പൗർണമി നാളുകളിലാണ് ആന പുലിയെല്ലാം ഇറങ്ങുന്നത്, മനസ്സിലായ? അല്ലാണ്ട് അവനൊക്കെ പറയണ ചാറ്റൽ മഴയുണ്ട് നല്ലോണം. ചക്കു ശാന്തി എടുക്കണേ. അതെന്താണെന്നറിയോ, ഷോർട്സ് ഇട്ടിരിക്കുന്ന വണ്ടിയിൽ പോകുമ്പോൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ മുണ്ട് എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് ഇട്ട് അതുകൊണ്ടങ്ങ് എടുത്തതാ. ഇറക്കമാണ്, വണ്ടി ഓണാക്കിയിട്ടില്ല, വെറുതെ ഇറങ്ങിപ്പോണേന്ന്. ചക്കു ബാക്കിൽ ആന. നമ്മുടെ വണ്ടിയിൽ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ബാഗൊക്കെ ആയിട്ടാണ് കേട്ടോ. പുളി അങ്ങനെയുള്ള ഇറക്കമാണ് കേട്ടോ കണ്ട. ചക്ക കയ്യൊക്കെ നോക്കി. പതിയെ നടന്നുണ്ട്. ഇഷ യോഗ സെൻ്ററിൽ നിന്ന് 4 കിലോമീറ്ററാണ് വെള്ളിയാങ്കൽ അടിവാരം വരെ. അത് കഴിഞ്ഞ് പിന്നെ മലയാണ്. മലയിൽ നിന്ന് നമുക്ക് കയറ്റമാണ്. അത് ഈ പറഞ്ഞ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇത്രയും നാൾ അത് ഓപ്പൺ ചെയ്യും ഫോറസ്റ്റുകാർ. അതിനുശേഷം ക്ലോസ് ചെയ്യും. അത് അതിൻ്റെ മേളിലാണ് കണ്ട ഏറ്റവും ടോപ്പിൽ മല. ഫുള്ള് കാടാണ്. ആള് നടന്നെത്താറായി. സന്യാസം. എങ്ങനെയുണ്ട് നടന്നിട്ട്? ആ ആ ആ വളരെ എന്താ പറയാ ശക്തി. ഇവിടെ ഒന്നും ആരും ശല്യപ്പെടുത്താനില്ല. പക്ഷെ ഇവിടെയുള്ള ആളുകളൊക്കെ എപ്പോഴും പറയും അങ്ങനെയാണെന്ന്. പക്ഷെ നമ്മളൊന്നും ചെയ്യത്തില്ല. എനിക്ക് എൻ്റെ മൈൻഡ് പവർ, എനിക്ക് നടക്കണം തോന്നുന്നു, ഞാൻ നടക്കും. ഹാപ്പി. ഇതൊക്കെ എനിക്ക് പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് ഓർത്തിരിക്കാൻ എൻ്റെ ഓർമ്മയാണ്. കാരണം ഞാൻ ഇത്രയും
ട്രാവൽ ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വരുമ്പം അത് എനിക്ക് മാക്സിമം പ്രയോജനപ്പെടുത്തണം. എൻ്റെ മനസ്സിലുള്ള പല കാര്യങ്ങളുണ്ട്, അത് പ്രയോജനപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി നടന്നത്. പല കാര്യം ആരും അറിയാത്ത പല കാര്യങ്ങളും വേണ്ടിയിട്ട് ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നു, നടക്കണതാണ്. അത് അറിയാവുന്നവർക്കറിയാം അല്ലേ? കണ്ണനറിയോ? ചക്കുവിനെ കണ്ടപ്പോൾ അവർ വണ്ടി നിർത്തി ചക്കുവിന് എന്തോ കൊടുക്കാനായിട്ടാണ്. ചക്കുവിനെ കണ്ടപ്പോൾ അവർ ചക്ക് കാട്ടിക്കൂടി യാത്ര ചെയ്യാനാണ് ശാന്തി എടുത്ത്. അതുകൊണ്ട വണ്ടി ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വണ്ടി ഓഫാണ്. പക്ഷെ ഇങ്ങടെ ഭയങ്കര ഇറക്കമാണ്, മനസ്സിലായ? അത് കാരണം വിജനമായ സ്ഥലമാണ്. കണ്ട ആരുമില്ല, പക്ഷെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇതിൽ ഇറങ്ങി നടന്ന് വിറക് പറക്കുകയും. അതെ, രുദ്രാശമൊക്കെ ഉണ്ടല്ലോ, രുദ്രാശമൊക്കെ മലയ്ക്ക് പോയിട്ട് അവരെടുത്ത് വെള്ളത്തിൽ കൊണ്ടിട്ട് കളഞ്ഞ് ഉരച്ച് തേച്ച് കഴുകി ബോക്സിലിട്ട് വെച്ച് അവിടെ സെയിൽ ചെയ്യുന്നു. പക്ഷെ എനിക്ക് തന്നു കേട്ടോ ഒരു പെൺകുട്ടി, കുറേ എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം തന്നോളൂ. അതെ, കണ്ട ഇതെല്ലാം വിറകുകൾ. ഞാനേ എൻ്റെ അടുത്ത് ഒരുപാട് സ്ഥലത്തുനിന്ന് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രുദ്രാക്ഷങ്ങളാണ്. അതിൽ സ്വാമിമാർ തന്നതുണ്ട്, ഓരോരുത്തർ തന്നതുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ രുദ്രാക്ഷങ്ങളുണ്ട് എൻ്റെ അടുത്ത്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് രുദ്രാക്ഷം. അതെ, വിജനമായ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. രാത്രി ആന ഇറങ്ങും. ഒരു 7 മണി കഴിഞ്ഞാൽ ആന വെള്ളം കുടിക്കാനായിട്ട് അടിവാരത്തേക്ക് ഇറങ്ങും. നല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ ആന ഈ പ്രസവിക്കണ സമയം കുഞ്ഞുങ്ങളായിട്ടൊക്കെയാണ് വരുന്നത്. പ്രസവമൊക്കെ എടുത്ത് ഈ ടൈമിനാണ് ആന പ്രസവിക്കണത്. കണ്ട, പിന്നെ ഇത് കംപ്ലീറ്റ് പുളിയാണ്. കണ്ട, പുളിയാണ് ഇതെല്ലാം. ഓരോ ആളുകൾ ഭഗവാനെ പോയി കണ്ടിട്ട് തന്നെയാണ്. അതാ അവിടെയാണ് ഭഗവാൻ ഇരിക്കുന്ന വെള്ളിയാങ്കിരി മല. 7 മല താണ്ടി പോകണം. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ പോകണം കേട്ടോ. 7 മല. ഇതൊരു ഫസ്റ്റ് മല, അത് കഴിഞ്ഞ് 7 മലയുണ്ട്, 5-6 മലയും കൂടിയുണ്ട്. പുളിയാണ്, കംപ്ലീറ്റ് പുളിയാണ്. അതെ, മാങ്ങയൊന്നും ഇല്ല, അടുത്ത വർഷമേ ഇനി എന്ത് ചെയ്തിട്ടുള്ളൂ വരുള്ളൂ. പുളിയൊക്കെ ഉണ്ടെന്ന്. അതായത് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്ന പുളികളാണിത്. ഇതെല്ലാം പാട്ടം എടുത്ത് അവർ പറിച്ച് ഉണങ്ങി പാക്കറ്റാക്കി എന്ത് ചെയ്യും, വിൽക്കും. വെള്ളം കുപ്പി എടുത്തില്ല, അത് അവിടെ ഇരിക്കണം. ചക്ക ഇരുന്ന് ശാന്തി എടുക്കണേ. അപ്പൊ എല്ലാവരും വരിക. ഇവിടെ ആ മലയെന്നാണ് ചക്ക് നടന്നത്. അതിൽ കൂടുതൽ 1.5 കിലോമീറ്റർ. എനിക്ക് ഭയങ്കര ഹാപ്പി, അങ്ങനെ ക്ഷീണമൊന്നും തോന്നിയില്ല. ടയർഡ്നെസ് മതി. അപ്പൊ എല്ലാവർക്കും നല്ലൊരു നന്ദി, നമസ്കാരം. നന്ദി. கொஞ்சம் தமிழெல்லாம் தெரியும் எனக்கு. தமிழ் ഞാൻ എപ്പോഴും വീഡിയോ പറയുന്നത്, തമിഴ് മക്കളെ ரொம்ப പിടിച്ചവർക്ക് എന്നാ വേണേലും അവർ ചെയ്തു തരും. എന്നുവെച്ചാൽ സ്നേഹമുണ്ട്, അവർക്ക് നല്ല ആളുകളാണ്. നല്ല സന്തോഷമായിട്ട് നമ്മളെ മനസ്സിലായാൽ അവർ നമുക്ക് നല്ല ആളുകളാണ് തമിഴ്നാട്ടുകാർ. അവർക്ക് കാണാൻ ഭംഗിയില്ലെങ്കിലും അവരുടെ ഉള്ളു നല്ലതാർക്ക് കാണാനൊക്കെ. പക്ഷെ അവരുടെ ആ ഒരു സ്റ്റൈൽ, അവരുടെ ആ സാരി, തലമുടി പിന്നി, പൂവൊക്കെ ചൂടി,
പാസരമൊക്കെ ഇട്ട് കുപ്പിവളയൊക്കെ ഇട്ട് മൂക്കൊക്കെ കുത്തി നല്ല അടിപൊളിയാണ്. പക്ഷെ അവർക്ക് നല്ല ക്വാളിറ്റി, അവരൊക്കെ നല്ല കാശുകാരാണ്. അവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസവും ഉണ്ട്, നമ്മൾ വിചാരിക്കും അവർ ഒന്നും കൊള്ളാത്ത ആൾക്കാരാണ്. പക്ഷെ അവർ നല്ല പണവും നല്ല പൈസയുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ അവർ കഷ്ടപ്പെട്ടു കേട്ടോ, കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്ന ആളുകളാണ്. മഴയൊക്കെ കാണിച്ചോണ്ടോ, കോട പോണുണ്ടോ? ഇന്നിപ്പോൾ കുറച്ച് നേരത്തേക്ക് മഴ കുറവാണ്, അതുകൊണ്ട് കാണാൻ പറ്റും. കോട ഇറങ്ങുന്നുണ്ട് കണ്ടോ, അവിടെ കോട നല്ലോണം ഇറങ്ങുന്നുണ്ട്. അതിന്റെ പെയ്തോളൂ. അതെ കണ്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വരിക, ട്രാവലിംഗ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ശക്തിയുള്ളൊരു സ്ഥലമാണ്, സ്വയംഭൂവാണ്, ശിവ വെള്ളിയാങ്കരി മലൈ എല്ലാ സെറ്റപ്പും ശാന്തിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.